ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ മധ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. കർത്താവിൻ്റെ കൃപ നമ്മുടെ മധ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മധ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. എന്നാൽ ദൈവമക്കൾക്ക് സംശയം ഇന്നും തീർന്നിട്ടില്ല. ദൈവമക്കൾക്ക് സംശയം ഇന്നും തീർന്നിട്ടില്ല. ഒരു കൂട്ടം ദൈവമക്കൾ സംശയത്തിനകത്ത് ഇന്നും ആയിരിക്കുന്നു എന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. ദൈവമക്കളും അവരുടെ സംശയങ്ങളും ഇന്നത്തെ കാലത്തെന്ന പോലെ തന്നെ പൗലോസിൻ്റെയും പത്രോസിൻ്റെയും യേശു കർത്താവിൻ്റെയും ഒക്കെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു സംശയം. ഇതാ സംശയ നിവാരണത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ എന്നാണ് എൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന. ഈ കൂട്ടായ്മയിൽ വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കേറിയ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കൾക്ക് ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം ചൊല്ലുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. നിങ്ങൾക്ക് റെഫറൻസ് എഴുതിയെടുക്കാനോ നോട്ട്സ് എഴുതിയെടുക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട്സൊക്കെ എടുത്തു വെക്കുക. റെഫറൻസ് പറയുമ്പോൾ നിങ്ങളത് നോട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് മീറ്റിങ്ങിന് ശേഷം ഒത്തു നോക്കാനും മറ്റുമൊക്കെ സഹായകരമായിരിക്കും. ഇന്നത്തെ ചിന്തയ്ക്ക് ആസ്പദമായി വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 14-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം വായനയ്ക്കായിട്ടെടുക്കുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 14-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ തിരുവചനം. മറ്റൊരുത്തൻ്റെ ദാസനെ വിധിക്കുവാൻ നീ ആര്? അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്ത യജമാനനത്രേ. അവൻ നിൽക്കും താനും അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. ദൈവത്തിൻ്റെ കഴിവുകളെക്കുറിച്ച്, പ്രവൃത്തികളെക്കുറിച്ച്, അത്ഭുതങ്ങളെക്കുറിച്ച്, പ്രസംഗത്തെക്കുറിച്ച്, പഠിപ്പിക്കലുകളെക്കുറിച്ച് ബൈബിളിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയും. ദൈവത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കലുകൾ യേശുക്രിസ്തു മാത്രമല്ല നമുക്ക് നൽകിയിരിക്കുന്നത്, അപ്പോസ്തലന്മാർ മാത്രമല്ല നമുക്ക് നൽകിയിരിക്കുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പഠിപ്പിക്കലുകൾ, യേശു കർത്താവിനെ കുറിച്ചുള്ള പഠിപ്പിക്കലുകൾ പരിശുദ്ധാത്മാവ് മുഖാന്തരം പഴയ നിയമ പ്രവാചകന്മാരിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ട്. യേശുക്രിസ്തുവിനെയും ദൈവപ്രവർത്തികളെയും ദൈവ ഇഷ്ടങ്ങളെയും കുറിച്ചുള്ളത് പഴയ നിയമത്തിൽ പ്രവാചകന്മാരിലൂടെ മുതൽ നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തികളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുമ്പോൾ ആ വചനത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ നിർത്തുവാൻ യജമാനന് കഴിയും. ഇവിടെ നിങ്ങളുടെ മൈക്ക് മ്യൂട്ടാണെന്നൊന്ന് ഉറപ്പാക്കണേ. നിങ്ങളുടെ മൈക്ക് മ്യൂട്ടാണെന്ന് ഉറപ്പാക്കണേ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. ഗ്ലോറി. ഓക്കെ, അപ്പോൾ നമ്മളെ നിൽക്കുമാറാക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നു. നിൽക്കുമാറാക്കുന്ന ദൈവം. ഇവിടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സംശയങ്ങൾ അതിൻ്റെ ആരംഭം എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ഉൽപ്പത്തിയിൽ നിന്നാണ് സംശയത്തിൻ്റെ ആരംഭം. ഉൽപ്പത്തിയിൽ ആദം ഹവ്വമാർക്ക് സംശയമേ ഇല്ലായിരുന്നു. അവർക്ക് ദൈവത്തെയും ദൈവമാക്കിയ ഇടവും അവർക്ക് അവരെയും ദൈവശബ്ദത്തെയും എല്ലാം വളരെ വിശ്വാസമായിരുന്നു. എന്നാൽ എപ്പോൾ സാത്താൻ ഒരു എൻട്രി കിട്ടിയോ, ആ എൻട്രിയിലൂടെ സാത്താൻ ഹവ്വായോട് സംസാരിച്ചോ, അന്ന് മുതൽ കൺഫ്യൂഷൻ സിസ്റ്റം മനുഷ്യനിൽ ഉടലെടുത്തു. സംശയം മനുഷ്യനിൽ ഉടലെടുത്തു. അത് ചെയ്താൽ ഇതുപോലെ ആകും. അപ്പോൾ അത് ചെയ്താൽ ഇതുപോലെ ആകുമോ? ഇതിനു മുൻപേ ഞാൻ ഇതുപോലെ അല്ലേ? അപ്പോൾ പിന്നെ അതിലെന്താ വിശേഷത? ഇങ്ങനെ ഒരു കാര്യത്തിൽ പല ചോദ്യങ്ങൾ
പല സംശയങ്ങൾ മനുഷ്യൻ്റെ ഉള്ളത്തിൽ ഉടലെടുത്തു. അതിന്നും ഈ നൂറ്റാണ്ടിലും മനുഷ്യൻ്റെ ജീവിതത്തിൽ ആ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യന് ദൈവത്തോടടുക്കാൻ ഒരു ഭക്ഷണം തടസ്സം എന്ന് പറയുന്നു. മനുഷ്യന് ദൈവത്തോടടുക്കാൻ ഒരു വസ്ത്രം തടസ്സമെന്ന് മനുഷ്യൻ പറയുന്നു. മനുഷ്യന് ദൈവത്തോടടുക്കാൻ ഒരാചാരം തടസ്സമെന്ന് മനുഷ്യൻ പറയുന്നു. മനുഷ്യന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ, മനുഷ്യന് നിത്യതയിൽ അടുക്കാൻ ഇത് തടസ്സം എന്ന് മനുഷ്യൻ പറയുന്നു. അങ്ങനെ ഒത്തിരി പഠിപ്പിക്കലുകളും സംശയങ്ങളും കൊണ്ട് മനുഷ്യനെ പൊറുതി മുട്ടിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് അന്നും ഇന്നും. എന്നാൽ യഹൂദന്മാരെ സംബന്ധിച്ച് നമ്മെക്കാൾ ഭയങ്കരമാകുന്ന നിർബന്ധമാണ് അവർക്ക് ന്യായപ്രമാണ കാര്യങ്ങളിൽ. യഹൂദന്മാർ അതിന്നും അങ്ങനെ തന്നെയാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്. യഹൂദന്മാർ അവരുടെ വിശ്വാസവും അവരുടെ ആചാരവും അവരുടെ ആരാധനയൊന്നും നമുക്കില്ല എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും. അവർക്ക് അത്ര സ്ട്രിക്റ്റ് ആണ്. അവരുടെ വേർഷിപ്പ് എന്ന് പറഞ്ഞാൽ അത്ര സ്ട്രിക്റ്റ് ആണ്. ദൈവിക കാര്യങ്ങളിൽ അത്ര സ്ട്രിക്റ്റ് ആണ്. നമുക്കത് കണ്ട് പഠിക്കാൻ ഒത്തിരി ഉണ്ടെന്നും കൂടെ ഞാൻ പറയട്ടെ. വിശുദ്ധ ബൈബിൾ പറയുന്നു, അതിൻ്റെ 14-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുവിൻ. ആരെയാണ് സംശയ ദൃഷ്ടിയിൽ കൊണ്ടുവരുവാൻ ഒരു മനുഷ്യനെങ്കിലും ഒരു സാത്താനെങ്കിലും കഴിയുന്നത്? ബലഹീനനെയാണ് വേഗത്തിൽ ഒരു വാക്കിലൂടെ കൊടുക്കുവാൻ കഴിയുന്നത്. ബലഹീനനെ ഒരു വാക്കിലൂടെ കൊടുക്കുവാൻ കഴിയും. ബലഹീനനെ ഒരു സംശയത്തിനകത്ത് കൊടുക്കുവാൻ കഴിയും. ബലഹീനനെ അവനിൽ തന്നെയുള്ള കഴിവിനെ ഇല്ല എന്ന് പറഞ്ഞ് സമർത്ഥിക്കുവാൻ കഴിയും. പക്ഷേ ഇവിടെ പുതിയ നിയമത്തിലേക്ക് വരുന്ന സമയം ബലഹീനനെ ചേർത്തുകൊള്ളാൻ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നു. ബലഹീനനെ ചേർത്തുകൊള്ളാൻ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നു. ഉൽപ്പത്തിയിൽ എവിടെയോ ഏതോ ഒരു മേഖലയിൽ ഹവ്വ വീക്കായ ആ ഒരു സ്റ്റേജിലാണ്, ആ ഒരു മൊമെന്റിലാണ്, അല്ലെങ്കിൽ ആ ഒരു ദിവസമാണ് ഹവ്വായുടെ ഉള്ളിലേക്ക് സാത്താൻ ഒരു സീഡ് ഇട്ടുകൊടുത്തത്. ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല 1-ാമത്തെ ദിവസം വന്ന് ഹവ്വായെ കൺവിൻസ് ചെയ്തു എന്ന്, 2-ാമത്തെ ദിവസം വന്ന് കൺവിൻസ് ചെയ്തു എന്ന്. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് നടത്തിയതിന് ശേഷമാണ് ഹവ്വ ആ ഒരു കൺക്ലൂഷനിൽ ഹവ്വ എത്തുന്നത്. പറിക്കാം, കഴിക്കാം. സാത്താൻ താങ്കളുടെ ജീവിതത്തെ എന്തിന് അറ്റംപ്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ലൈഫിലേക്ക് എന്തിന് സാത്താൻ എറിയുന്നു അല്ലെങ്കിൽ എയിം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങൾ നിൽക്കുന്ന സ്റ്റാൻഡിൽ നിന്ന് നിങ്ങളെ ബലഹീനനാക്കുക, നിങ്ങൾ നിൽക്കുന്ന സ്റ്റാൻഡിൽ നിന്ന് നിങ്ങളെ ഇടർച്ച വരുത്തി വീഴ്ത്തുക, നിങ്ങൾ നിൽക്കുന്ന ഫെയ്ത്തിൽ നിന്ന് നിങ്ങളെ ഇടർച്ച വരുത്തി വീഴ്ത്തുക. പക്ഷെ പരിശുദ്ധാത്മാവ് നമുക്ക് ഉറപ്പ് തരുന്നു, അന്ന് ഹവ്വ വീണു എങ്കിൽ ഒരു വീണ്ടെടുപ്പിന് ചില നൂറ്റാണ്ടുകൾ വേണ്ടി വന്നു യേശു മുഖാന്തരം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇന്ന് ഒരുവൻ വീണാൽ അവനെ അടുത്ത മൊമെന്റിൽ അവൻ യേശുവിൻ്റെ നാമത്തിൽ വീണ്ടും എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയുന്ന ഒരു മെഗാ പവർ ഇന്ന് മനുഷ്യന്റെ ഇടയിൽ പരിശുദ്ധാത്മാവായ ദൈവം നൽകിയിരിക്കുന്നു. ആ അത്യന്ത ശക്തിയെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് വീഴ്ച വന്നത് എവിടെ എന്ന് കണ്ട് കറക്റ്റ് ചെയ്ത് വീണ്ടും അവൻ ആ ട്രാക്കിൽ കയറി ഓടാനുള്ള ഒരു സ്വർഗീയ അധികാരവും ശക്തിയും ഇന്നും ദൈവം മനുഷ്യന്റെ മേൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. അപ്പൊ നമ്പർ 1, ബലഹീനനെ ചേർക്കുന്ന ഒരു ദൈവം. ബലഹീനനെ ചേർക്കുന്ന ഒരു ദൈവം. എന്തിന് നിങ്ങളെ ബലഹീനനാക്കുന്നു? എന്തിന് നിങ്ങളെ ബലഹീനനാക്കുന്നു? നിങ്ങളെ നിലനിർത്താതിരിക്കാൻ വേണ്ടി ബലഹീനനാക്കുന്നു. നിങ്ങളെ നിലനിർത്താതിരിക്കാൻ വേണ്ടി. നോക്കൂ, എന്തൊക്കെ കാര്യങ്ങൾക്കകത്താണോ ഒരു മനുഷ്യൻ വീഴുന്നത് നമുക്ക് നോക്കാം. 3-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് നോക്കിക്കേ. തിന്നാത്തവനെ ധിക്കരിക്കരുത്, തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കരുത്, ദൈവം അവനെ കൈക്കൊണ്ടിരിക്കുന്നുവല്ലോ. മറ്റൊരുത്തന്റെ ദാസനെ വിധിക്കുവാൻ നീ ആര്? അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്ത യജമാനനത്രേ. അവൻ നിൽക്കും താനും അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. ഇന്നത്തെ എൻ്റെ സബ്ജക്റ്റ് ഇതാ, നിൽക്കുമാറാക്കുവാൻ ദൈവത്തിന് കഴിയും. ഒരു മനുഷ്യനെ നിൽക്കുമാറാക്കുവാൻ
ദൈവത്തിന് കഴിയും. കരങ്ങൾ ഉയർത്തി ഒന്ന് പറഞ്ഞേ, ഒരു മനുഷ്യനെ നിൽക്കുമാറാക്കുവാൻ ദൈവത്തിന് കഴിയും. എന്നെ നിൽക്കുമാറാക്കുവാൻ ദൈവത്തിന് കഴിയും. എന്നെ നിൽക്കുമാറാക്കുവാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ടു ജീസസ്. ശ്രദ്ധിക്കാം, അപ്പോസ്തല പ്രവൃത്തികൾ 10-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ പത്രോസിനെ ദൈവം ആഴമായ ഒരു തിരുത്തലിന് വേണ്ടി യൂസ് ചെയ്തു. ആഴമായ ഒരു തിരുത്തലിന് വേണ്ടി പത്രോസിനെ ദൈവം യൂസ് ചെയ്തു. ഇനി എനിക്ക് നിങ്ങളുടെ ശ്രദ്ധ എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് കേട്ടോ. വളരെ പെട്ടെന്ന് ഞാൻ ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കും. ശ്രദ്ധിച്ചിരുന്നത്, നിങ്ങൾക്ക് നിൽക്കണോ? നിങ്ങൾക്ക് കർത്താവിൻ്റെ ഹിതപ്രകാരം ജീവിക്കണോ? നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കണോ? ഒറ്റ വഴിയേ ഉള്ളൂ, ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചാനൽ കറക്റ്റ് ചെയ്യുക. ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചാനൽ കറക്റ്റ് ചെയ്യുക. ഇവിടെ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം പഠിക്കുമ്പോൾ നമുക്കറിയാം, അതിൻ്റെ 8-ാമത്തെ അധ്യായം അങ്ങോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം, തിന്നുന്നതിനകത്ത് വിധിക്കുന്നു, തിന്നില്ലെങ്കിൽ വിധിക്കുന്നു, മുഴുവൻ തിന്നാൽ വിധിക്കുന്നു, അങ്ങനെ അവിടുന്ന് കൊണ്ടുവന്നതിനെ കഴിക്കരുത് എന്ന് പറഞ്ഞ് വിധിക്കുന്നു, ഇങ്ങനെ മാത്രമേ കഴിക്കാവൂ എന്ന് പറയുന്നു. കഴിക്കുന്നതിനൊരു ആചാരം പറയും. ഈ കഴിക്കുന്നതും ദൈവവും തമ്മിൽ കണക്ട് ചെയ്ത് ഇതിനെ ഒരു വിശ്വാസമാക്കി കൊണ്ടു നടന്ന ഒരു കൂട്ടം ജനം കൊരിന്തിലുണ്ട്, ശിഷ്യന്മാരുടെ ഇടയിലും ഉണ്ട്. ഇവർ ചില മൃഗങ്ങളെ വിശുദ്ധമെന്നെണ്ണുന്നു, ചില മൃഗങ്ങളെ അശുദ്ധമെന്നെണ്ണുന്നു, ചില പക്ഷികളെ വിശുദ്ധമെന്നെണ്ണുന്നു, ചില പക്ഷികളെ അശുദ്ധമെന്നെണ്ണുന്നു. അങ്ങനെ ആകെ മൊത്തം വല്ലാത്ത ഒരു ഫെയ്ത്തിനകത്ത് കിടന്ന ജനത്തോടാണ് ഇവിടെ പൗലോസ് സംസാരിക്കുന്നത്. ഇന്നും ഈ സംശയവും ഈ വിധിക്കപ്പെടലുകളും ആത്മീയ ഗോളത്തിനകത്ത് ഉണ്ട് എന്ന് വ്യക്തമായി ഞാൻ മനസ്സിലാക്കുന്നു, നിങ്ങളും അത് മനസ്സിലാക്കുന്നു. ചില നിറം ദൈവത്തിന് ഇഷ്ടം, ചില നിറം ദൈവത്തിന് അനിഷ്ടം. ചില രൂപം ദൈവത്തിന് ഇഷ്ടം, ചില രൂപം ദൈവത്തിന് അനിഷ്ടം. ചില ആരാധന ദൈവത്തിന് ഇഷ്ടം, ചില ആരാധന ദൈവത്തിന് അനിഷ്ടം. ചില വസ്തുക്കൾ ദൈവത്തിന് ഇഷ്ടം, ചില വസ്തുക്കൾ ദൈവത്തിന് അനിഷ്ടം. ചില വസ്ത്രം ദൈവത്തിന് ഇഷ്ടം, ചില വസ്ത്രം ദൈവത്തിന് അനിഷ്ടം. അങ്ങനെ ഒരു സിസ്റ്റം ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. വസ്ത്രമാണ് ദൈവത്തോടൊരു വ്യക്തിയെ അടുപ്പിക്കുന്നതെങ്കിൽ, വസ്ത്രത്തിന്റെ നിറമാണ് ഒരു വ്യക്തി ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതെങ്കിൽ, ഒരു വസ്ത്രത്തിന്റെ നിറം കൊണ്ടാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതെങ്കിൽ, പൗലോസ് പറയുന്നു, അപ്പോസ്തലന്മാർ പറയുന്നു, മാന്യമായ വസ്ത്രം ധരിക്കട്ടെ. ഒന്ന്. രണ്ടാമത് തിരുവെഴുത്ത് പറയുന്നു, വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ കീറി ദൈവത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പീൻ എന്ന് പറയുന്നു. അപ്പൊ വസ്ത്രം കീറി ഹൃദയം കീറാതിരിക്കുന്ന ഒരു മനുഷ്യന്റെ ആരാധന ദൈവം കൈക്കൊള്ളുവോ? വസ്ത്രം വെടിപ്പാക്കി ഹൃദയം വെടിപ്പാക്കാത്ത ഒരു വ്യക്തിയെ ദൈവം കൈക്കൊള്ളുവോ? വസ്ത്രം അലക്കി താൻ തന്നെ ശുദ്ധനാകാതെ അലക്കിയ വസ്ത്രമിട്ടാൽ ദൈവം കൈക്കൊള്ളുവോ? വസ്ത്രം പുതുക്കി ഹൃദയം വീണ്ടും ക്ഷയിച്ച് മാലിന്യത്താൽ വാട്ടത്താൽ ഇരിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിന്റെ മഹത്വം കാണുവോ? അവൻ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവോ? സസ്യാഹാരം മാത്രം ഭക്ഷിച്ച് ഒരു വ്യക്തി ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുവോ? മാംസാഹാരം ഭക്ഷിക്കുന്നവനെ ദൈവം കൈക്കൊള്ളത്തില്ലേ? ഇങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ ബൈബിളിന്റെ വെളിച്ചത്തിൽ ചോദിക്കാനുണ്ട്. നിഴൽ തട്ടി രോഗികൾ സൗഖ്യമായ പത്രോസിനെ എല്ലാം തികഞ്ഞവനെന്നും ദൈവം അംഗീകരിച്ചവനെന്നും അതിശക്തമായി ഉപയോഗിക്കുന്നവനെന്നും അങ്ങനെ തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ആ വ്യക്തിയെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ ദൈവത്തിന് സാധിച്ചത് ആ മനുഷ്യനൊരു പ്രാർത്ഥന മനുഷ്യനായുണ്ടായിരുന്നു. പത്രോസ് ഒരു പ്രാർത്ഥന മനുഷ്യനായുണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്റെ നിഴൽ തട്ടി രോഗികൾ സൗഖ്യമാകുന്നല്ലോ,
എന്നാ പിന്നെ രാത്രി കിടക്കുന്നതിന് മുന്നേ ഒരു വട്ടപ്രാർത്ഥന പ്രാർത്ഥിച്ചേച്ചും കിടന്നാ മതിയല്ലോ എന്ന് പത്രോസ് ചിന്തിച്ചെങ്കിൽ കാലഘട്ടത്തിന്റെ പുതിയ അപ്ഡേഷൻ പത്രോസിൽ വരത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കാലഘട്ടത്തിന്റെ പുതിയൊരു അപ്ഡേഷൻ, കാലഘട്ടത്തിന് വേണ്ടുന്ന പുതിയൊരു ദൂത് അഭിഷിക്തന്റെ ഉള്ളത്തിൽ കിട്ടത്തില്ലായിരുന്നു. സഹോദര, പഴയ പഠിപ്പിക്കലുകളിൽ ഇരിക്കരുത്. ദൈവത്തിന് ഓരോ ദിവസവും പുതിയത് സംസാരിക്കാനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പത്രോസ് സ്നാനമേറ്റ വ്യക്തിയാ, പക്ഷെ ഞാൻ പറയാൻ പോകുന്ന വെളിപ്പാട് പുള്ളി പ്രാപിച്ചില്ല. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിയാ, പക്ഷെ ഞാൻ പറയാൻ പോകുന്ന ദൂത് പുള്ളി പ്രാപിച്ചില്ല, അറിഞ്ഞില്ല, ഗ്രഹിച്ചില്ല, തുറന്നു കിട്ടിയില്ല. പത്രോസ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാ, പക്ഷേ ദൈവത്തിന്റെ ഉള്ളം പിടിക്കാൻ അദ്ദേഹത്തിന് അന്ന് കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, വാക്ക് വായിക്കാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ അപ്പോസ്തല പ്രവൃത്തികളിൽ അപ്പോസ്തലനായി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തന്നോട് സംസാരിച്ച ഒരു ഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ, പ്രാർത്ഥിച്ച് കിടന്ന സമയത്താ. പ്രാർത്ഥിച്ച് കിടക്കുകയല്ല, വിശപ്പിന്റെ ആധിക്യം കൊണ്ട് താൻ തളർന്നു കിടന്നു. വായിക്കാം, അപ്പോസ്തല പ്രവൃത്തികൾ 10-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം മുതൽ താഴേക്ക്. പത്രോസ് യോപ്പയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണത്. പത്രോസ് യോപ്പയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ യോപ്പയിൽ 6-ാം മണി നേരത്ത് പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി. എന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, വെൺമാടത്തിൽ കയറി. അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. അവർ ഒരുക്കുമ്പോഴേക്ക് അവനൊരു വിവശത വന്നു. ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പട്ടി പോലെ 4 കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ടൊരു പാത്രം വരുന്നതും അവൻ കണ്ടു. അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു. 13-ാമത്തെ വാക്യം, പത്രോസേ എഴുന്നേറ്റ് അറുത്ത് തിന്നുക എന്ന ഒരു ശബ്ദമുണ്ടായി. അതിന് പത്രോസ് ഒരിക്കലും പാടില്ല, അതേണ്ട കിടക്കുന്ന ഒരിക്കലും പാടില്ല. വിശ്വാസിക്ക് നേരെ വിരൽ ചൂണ്ടുന്ന രീതിയാണിത്. ഒരിക്കലും പാടില്ല, അങ്ങനെ ചെയ്യരുത്, അതിടരുത്, അത് ധരിക്കരുത്, അത് കൊണ്ടുവരരുത്, അത് പറയരുത്, അങ്ങനെ കാണിക്കരുത്, ഇങ്ങനെ ചെയ്യരുത്. വിശക്കുന്നവർ ഇന്നും നമുക്ക് ചുറ്റുമുണ്ട്. ഇതൊരു ആത്മാവിന്റെ വിശപ്പാണ്. പ്രൈസ് ദി ലോർഡ്. ഇതൊരു വിടുതലിന് വേണ്ടിയിട്ടുള്ള വിശപ്പാണ്. ഇതൊരു രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള വിശപ്പാണ്. ഇതൊരു സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള വിശപ്പാണ്. ഇതൊരു നേർവഴി അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു വിശപ്പാണ്. ഇതൊരു സൗഖ്യത്തിന് വേണ്ടിയിട്ടുള്ള വിശപ്പാണ്. ഇതൊരു പൊറുതിക്ക് വേണ്ടി, ഒരു ആർദ്രതയ്ക്ക് വേണ്ടിയിട്ടുള്ള, ഒരു കൈത്താങ്ങലിന് വേണ്ടിയിട്ടുള്ള, ഒരു ചേർത്തുനിൽപ്പിന് വേണ്ടിയിട്ടുള്ള, സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വിശപ്പാണ്. അവൻ ഒരുപക്ഷെ വിശ്വാസിയുടെ കൂട്ടത്തിൽ കാണുകയില്ല, കൈയടിക്കുന്നവരുടെ കൂട്ടത്തിൽ കാണത്തില്ല, അന്യഭാഷ പറയുന്നവരുടെ കൂട്ടത്തിൽ കാണത്തില്ല, ദൈവമേ വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ കാണത്തില്ല. പക്ഷേ അവനും നമ്മുടെ സഹോദരനാണ്, സഹോദരിയാണ്. അവർ ഒരുപക്ഷെ നമ്മുടെ ആലയത്തിനകത്ത് വരത്തില്ല, വന്നിട്ടില്ല. വരാൻ വേണ്ടിയിട്ടുള്ളൊരു വിശപ്പ്, ഒരു സൗഖ്യമായി, ഒരാഗ്രഹമായി, ഒരു സമാധാനമായി അവരുടെ ജീവിതത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ചില നിയമങ്ങൾ, ചില നിർബന്ധങ്ങൾ, ചില മാനുഷിക കൽപ്പനകൾ, ദൈവവചന വിരുദ്ധമായ ചില കാര്യങ്ങൾ കൊണ്ട് അവന്റെ വിശപ്പിനെ കണ്ടില്ല എന്ന് നടിക്കരുതെന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. പത്രോസെ എഴുന്നേറ്റ് അറുത്ത് തിന്നുക. എന്തുവാ ഞാൻ തിന്നേണ്ട കർത്താവേ? ഈ 4 കോണും കെട്ടിയിറക്കിയിട്ട് അശുദ്ധവും വിശുദ്ധവുമായത് ഒരുമിച്ചിട്ടിരിക്കുന്ന പാത്രത്തിൽ നിന്ന് ഞാൻ വെട്ടി കഴിക്കണോ എൻ്റെ വിശപ്പിന്? ഇതാണ് പത്രോസിന്റെ ചോദ്യം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ എഴുന്നേറ്റ് കഴിക്കണോ? ഒരു വിശ്വാസി ദൈവത്തോട് ചോദിക്കുന്നൊരു ചോദ്യം, ഒരഭിഷിക്തൻ ദൈവത്തോട് ചോദിക്കുന്നൊരു ചോദ്യം. ഞാൻ ഉറച്ചു നിൽക്കുന്നവനാണ്. പത്രോസിന്റെ വാദമാണ്, ഞാൻ ഉറച്ചു നിൽക്കുന്നവനാണ്. കണ്ടില്ലേ, ഞാൻ ഇപ്പോഴും കൂടെ പ്രാർത്ഥിച്ചല്ലേ ഉള്ളൂ. ഞാൻ ഉറച്ചു നിൽക്കുന്നവനാണ്. അടിപതറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
ഒരശുദ്ധിയിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായും ഒരു യഹൂദ മതാനുസാരി ആയിരിക്കുന്ന പത്രോസിന് ന്യായപ്രമാണ കാര്യങ്ങളിൽ വളരെ നിർബന്ധമുണ്ട്. അങ്ങനെ തന്നെയാണ്, തർക്കമൊന്നുമില്ല. വളരെ നിർബന്ധമുണ്ട് ന്യായപ്രമാണ കാര്യങ്ങൾക്കകത്ത്. എനിക്ക് ഇസ്രായേലിലുള്ള കുറച്ച് ആൾക്കാരുമായിട്ട് എനിക്ക് പരിചയമുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ വിളിക്കുന്നത് കാണണമെങ്കിൽ, ദൈവിക കാര്യങ്ങൾക്കകത്ത് നിർബന്ധം പിടിക്കുന്നത് കാണണമെങ്കിൽ അത് ഇസ്രായേലി വരണം. അവരുടെ നിർബന്ധം, അവരുടെ ആരാധന, അവരുടെ വിശുദ്ധി, അവർ ആ ന്യായപ്രമാണ പുസ്തകം സൂക്ഷിക്കുന്ന രീതി, ആ ചുരുൾ അവർ സൂക്ഷിക്കുന്ന രീതി, അത് സൂക്ഷിക്കുന്ന സ്ഥലത്തിൻ്റെ വിശുദ്ധിയൊക്കെ കാണണമെങ്കിൽ അവരെ കണ്ടു പഠിക്കണം. വെറുതെയാണോ ദൈവം അവരെ തിരഞ്ഞെടുത്തേ? ഹല്ലേലൂയ. ഒരുപക്ഷെ ഇസ്രായേലിലിരുന്ന് കാണുന്ന ആൾക്കാർക്ക് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവും. കണ്ടുപിടിക്കാൻ ഒരുപാടുണ്ട്. നമ്മൾ പുസ്തകം സൂക്ഷിക്കുന്ന പോലെ അല്ല അവർ സൂക്ഷിക്കുന്നത്. നമ്മൾ ഞായറാഴ്ച ആരാധിക്കുന്ന ആ രീതിയിലും അല്ല, അതൊന്നും അല്ല അവരുടെ ആരാധന എന്ന് അവർ പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കർത്താവ് അയക്കുമ്പോൾ പോയി കണ്ടിട്ട് ഞാൻ വീഡിയോസ് ഉൾപ്പെടെ എടുത്ത് നിങ്ങളെ കാണിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവം എന്നെ അയക്കാൻ. ഹല്ലേലൂയ. എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ അപ്പ ചവിട്ടിയ മണ്ണിൽ പോകണമെന്ന്. ഗ്ലോറി ടു ഗോഡ്. അപ്പൊ കർത്താവിനോട് പോലും ദൈവത്തോട് പോലും പത്രോസ് പറഞ്ഞൊരു കാര്യം ഇതാ, ഒരിക്കലും പാടില്ല. ഈ നിർബന്ധം നമ്മൾ മനസ്സിലാക്കണം. കാരണം പത്രോസിന്റെ സ്റ്റാൻഡിൽ നിന്ന് മാറാൻ താൻ തയ്യാറല്ല. ചില സ്റ്റാൻഡുകളിൽ നിന്ന് നാം ദൈവം പറയുമ്പോൾ മാറിയാലേ ദൈവത്തിന് എന്തെങ്കിലും ഒന്ന് പുതിയതിടാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഈ പണ്ടത്തെ കാര്യവും നിർബന്ധവും പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്, പണ്ടത്തെ കാര്യവും നിർബന്ധവും പിടിച്ചു വെച്ചോ, അത് തന്നെയാണ്. ഞാൻ പിടിച്ച മുയലിന് കണ്ണ് തപ്പി എണ്ണും, 1 2 3, 3 കൊമ്പിരിക്കുന്നു എന്ന് പറഞ്ഞ് തപ്പുന്നത് കൊണ്ടാണ് മുയലിന് കൊമ്പില്ല എന്ന് കാണാൻ വേണ്ടി കണ്ണ് തുറക്കാൻ നമുക്ക് പറ്റാത്ത. അടച്ച് കണ്ണ് വെച്ചിരിക്കുമ്പോഴും ഞാൻ എല്ലാം കാണുന്നു എന്ന് പറയുന്നത് കൊണ്ട് ദൈവത്തിന് പുതിയതൊന്നും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്ത. പത്രോസിന്റെ കണ്ണ് തുറക്കുന്ന ഒരു ദിവസമായിരുന്നു ഈ യോപ്പയിലെ പ്രാർത്ഥന. ഇന്ന് ആത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുക, ചിലരുടെയെങ്കിലും കണ്ണുകൾ ഒന്ന് പരിശുദ്ധാത്മാവ് തുറന്നു കൊടുക്കട്ടെ. ഹല്ലേലൂയ. എനിക്ക് കർത്താവിനോട് അടുത്ത് വരാൻ ഞാൻ മാനസികമായി വളരെ ഒരുക്കമുള്ള വ്യക്തിയായിരുന്നു. എന്നാൽ അതിനകത്ത് എന്തെങ്കിലും ഒരു കാലതാമസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാനുഷിക നിർബന്ധങ്ങളും മാനുഷിക കൽപ്പനകളുമായിരുന്നു എനിക്ക് തടസ്സം. എനിക്ക് കർത്താവിനോട് അടുത്ത് വരാനും ചേരാനും ഉപയോഗിക്കപ്പെടാനും ഒക്കെ ഭയങ്കര കൊതിയുള്ളൊരു വ്യക്തിയാണെങ്കിലും അതിനോടൊന്ന് അടുത്തു വന്ന് എനിക്ക് അതിലേക്കൊന്ന് ഇറങ്ങാൻ തടസ്സം മാനുഷിക നിർബന്ധങ്ങളും കൽപ്പനകളുമായിരുന്നു. സ്തോത്രം. അത് ദൈവത്തിന് നിഷിദ്ധം, ഇത് ദൈവത്തിന് നിഷിദ്ധം, അതാണ്. പക്ഷെ ഞാൻ ദൈവം തന്നൊരു കൃപയിൽ പഠിക്കാൻ തയ്യാറായി, ചോദിക്കാൻ തയ്യാറായി, സംസാരിക്കാൻ തയ്യാറായി. കുഞ്ഞെ, നീ ഏതിനകത്ത് സ്ട്രഗിൾ ചെയ്യുന്നോ അതിൻ്റെ അകത്തിരുന്നു കൊണ്ട് തന്നെ നിന്നെ കൊണ്ട് പറ്റുന്ന പോലെ ദൈവത്തോട് ചോദിച്ചാൽ നിബന്ധനകൾ പറഞ്ഞ് സംസാരിക്കാത്തൊരു ദൈവമല്ല കേട്ടോ. ദൈവം സംസാരിക്കും. ബൈബിൾ പഠിപ്പിക്കുന്നു, ഒരിക്കലും പാടില്ല കർത്താവേ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ. ആ ശബ്ദം 2ാം പ്രാവശ്യം അവനോട്. ഒരു പ്രാവശ്യം ദൈവം തുപ്പട്ടിയിൽ കെട്ടി ശുദ്ധവും അശുദ്ധവുമായ മൃഗങ്ങളെ ഇറക്കി. പത്രോസ് ദൈവാലോചന ചോദിച്ചോ? ചോദിച്ചില്ല. പത്രോസിന്റെ ഫെയ്ത്ത് കറക്റ്റ് എന്നുള്ള രീതിയിൽ ദൈവത്തോട് അങ്ങോട്ട് മറുപടിയായി പറഞ്ഞു. ചോദ്യമായിട്ടല്ല, മറുപടിയായി അതിനെ ഡിക്ലൈൻ ചെയ്ത് കളഞ്ഞു, അതിനെ റിജക്റ്റ് ചെയ്ത് കളഞ്ഞു. ഒരു കാര്യവും ഇല്ലാതെ. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ ലൈഫിൽ ദൈവം ഒരു കാര്യവും ഇല്ലാതെ ഒന്നും അയച്ച് തരികയില്ല. ഒരു പർപ്പസും ഇല്ലാതെ, ഒരു ഉപയോഗവും ഇല്ലാതെ, ഒരു കാരണവും ഇല്ലാതെ, ഒരാവശ്യവും ഇല്ലാതെ
ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഭൂമിയിൽ നിന്നാകട്ടെ ഉയരത്തിൽ നിന്നാകട്ടെ ദൈവം ഒന്നും വിട്ടു തരികയില്ല. നിങ്ങളുടെ മുമ്പിൽ ഇന്ന് നിൽക്കുന്നത് ശുദ്ധമായതായിരിക്കാം, അശുദ്ധമായതായിരിക്കാം, നല്ല കാര്യമായിരിക്കാം, തീയതായിരിക്കാം, എന്താണെങ്കിലും അതിനകത്തുകൂടെ ഒരു മെസ്സേജ് ദൈവത്തിന് നിങ്ങൾക്ക് കൈമാറാനുണ്ടാകും. ഇന്ന് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സന്ദർഭത്തിലായിരിക്കാം ഈ സന്ദേശം കേൾക്കുന്നത്, സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലായിരിക്കാം ഈ സന്ദേശം കേൾക്കുന്നത്, സാക്രിഫൈസ് ചെയ്തിരിക്കുന്ന സന്ദർഭത്തിലായിരിക്കാം ഈ സന്ദേശം കേൾക്കുന്നത്. ഒരു കാരണവും ഇല്ലാതെ, ഒരു മെസ്സേജ് ഇല്ലാതെ കർത്താവ് നിങ്ങളുടെ മുമ്പിൽ ഒന്നും വിടത്തില്ല. പക്ഷേ പലപ്പോഴും നമ്മൾ ഡിക്ലൈൻ ചെയ്ത് കളയുകയാണ് പതിവ്. കാരണം ഓൾറെഡി ഞാൻ എന്നിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നതിൽ നിന്ന് തന്നെ ഞാൻ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. എൻ്റെ ശരീരത്തിൽ, എൻ്റെ ലൈഫിൽ എവിടെയൊക്കെയോ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതിനകത്ത് നിന്ന് ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. 1 കിലോമീറ്റർ നടക്കുന്നവന് ശരീരത്തിൽ സംഭരിച്ചിരിക്കുന്ന ഊർജത്തിൽ നിന്ന് എടുത്ത് പ്രയോഗിച്ചാൽ അവൻ 1 കിലോമീറ്റർ നടക്കാം. പക്ഷെ 100 കിലോമീറ്റർ ഒരു വ്യക്തിക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ശരീരത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജിക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അത് കഴിയുമ്പോൾ അവൻ തളർന്നു വീഴും. പിന്നെ അവൻ വീണ്ടും ഫുഡ് എടുത്താൽ മാത്രമേ അവന് വീണ്ടും ദീർഘദൂരം അവന് സഞ്ചരിക്കാൻ കഴിയത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ നമ്മൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കേട്ട് വെച്ചേക്കുന്നതും പ്രാർത്ഥിച്ചു വെച്ചേക്കുന്നതും മനസ്സിലാക്കി വെച്ചേക്കുന്നതും പഠിച്ചു വെച്ചേക്കുന്നതും പ്രാപിച്ചു വെച്ചേക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു, വീണ്ടും പറയുന്നു, ദൈവത്തിന് എല്ലാ ദിവസവും മനുഷ്യനോട് സംസാരിക്കാനുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്, അങ്ങനെ സംസാരിക്കാനില്ലെങ്കിൽ ഇതിനു വേണ്ടി എന്തുവാ ദൈവത്തിന് സംസാരിക്കാനുള്ളത് എന്നാരെങ്കിലും ചോദിക്കുന്നെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, എന്തിന് ദൈവം ഉൽപ്പത്തി പുസ്തകത്തിൽ എല്ലാ ദിവസവും ആദമിൻ്റെ ഹവ്വയുടെ അരികിൽ വെയിലാറിയപ്പോൾ ഇറങ്ങി വന്നു? ചോദ്യത്തിന് മറുപടി ഉണ്ടോ? എന്തിനെല്ലാ ദിവസവും ഇറങ്ങി വന്നു? കർത്താവിന് ഈവനിങ് പ്രയറില്ലേ, പ്രാർത്ഥനയില്ലേ, കാര്യാദികളില്ലേ, അടുത്ത ദിവസത്തേക്കുള്ള പ്ലാനിങ് ഇല്ലേ? എന്തിനെല്ലാ ദിവസവും ഇറങ്ങി വന്നു? പിന്നെ ഒന്ന് ശ്രദ്ധിച്ചേ മോനെ, നിന്നെ ആരെങ്കിലുമൊക്കെ വിളിച്ച എന്തോ സംസാരിക്കാനാ എന്നോർത്ത് വിളിക്കാതിരിക്കും, നിങ്ങൾ വിളിക്കാതിരിക്കും. എന്ന് എന്തോ സംസാരിക്കാനാ, എന്ന് എന്തോ ചോദിക്കാനാ, എന്ന് എന്തോ പറയാനാ. പക്ഷേ ആർക്ക് സംസാരിക്കാനില്ലെങ്കിലും എൻ്റെ ദൈവത്തിന് എന്നോട് സംസാരിക്കാനുണ്ട്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എൻ്റെ ആ വാക്ക്? ഇതെൻ്റെ വാക്കൊന്നും അല്ല, ദൈവത്തിൻ്റെ വാക്കാണ്. ആർക്ക് സംസാരിക്കാനില്ലെങ്കിലും ദൈവത്തിന് സംസാരിക്കാനുണ്ട്. ആർക്കൊന്നും മിണ്ടാനില്ലെങ്കിലും ദൈവത്തിന് മിണ്ടാനുണ്ട്. ഞാനത് തുടക്കത്തിൽ പറഞ്ഞേ, നിങ്ങളുടെ യോഗ്യത കണക്കാക്കിയായിരിക്കും നിങ്ങളുടെ അടുത്ത് ആൾക്കാർ കൂട്ടുകൂടുന്നേ. നിങ്ങളും അങ്ങനെ ആയിരിക്കും, യോഗ്യത കണക്കാക്കി. പക്ഷേ ദൈവിക കാര്യങ്ങൾ അങ്ങനെയല്ല. വചനം പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതാ. സംശയ വിചാരങ്ങളെ വിധിക്കാതെ. ഈ സംശയം ഭയങ്കര, പുള്ളി ഇപ്പൊ കൃപയിലാണോ, പുള്ളിക്കിപ്പൊ പഴയ പ്രാർത്ഥന ഇല്ലേ, പുള്ളി ഇപ്പൊ പഴയതുപോലെ അല്ലല്ലോ. സംശയമാ. ആ സാത്താനെ ശാസിക്കുന്നതാണ് നല്ലത്. വചനം പറയുന്ന നോക്കിയേ, സംശയ വിചാരങ്ങൾ വിധിക്കാതെ. എന്തോ ഫോൾട്ട് ഉണ്ട് സംശയ വിചാരങ്ങളെ വിധിക്കാതെ. വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുവിൻ. ബലഹീനനെ ചേർക്കുന്ന ഒരു ദൈവം, ബലഹീനനെ താങ്ങുന്ന ഒരു ദൈവം. മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം, ബലഹീനനെ എഡ്യൂക്കേറ്റ് ചെയ്ത് തന്നോളം വളർത്തിയെടുക്കുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ബലഹീനനെ എഡ്യൂക്കേറ്റ് ചെയ്ത് തന്നോടുകൂടെ വളർത്തിയെടുക്കുന്ന ഒരു ദൈവം. പത്രോസ് ശക്തനായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവദാസനല്ലേ? പത്രോസ് ശക്തനായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവദാസനല്ലേ? എന്നാൽ ഈ ഒരു കാര്യം പത്രോസിന് അറിയത്തില്ല, അതൊരു റെവലേഷൻ ആ മനുഷ്യന് കിട്ടിയിട്ടില്ലെന്നുള്ളത് ഒരു കുറവല്ല, ഒരു ബലഹീനതയല്ലേ? ദൈവം ശാസിച്ചുവോ? ദൈവം ശാസിച്ചില്ല. താഴേക്ക് വായിക്കുമ്പോൾ അത് പറയുന്നുണ്ട്, ആ ശബ്ദം 2ാം പ്രാവശ്യം അവനോട്, ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു.
ദൈവത്തിൻ്റെ ശുദ്ധീകരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്നത് കാണത്തക്കവണ്ണമല്ല പ്രിയപ്പെട്ട സഹോദര സഹോദരി. കാണത്തക്കവണ്ണമാണെങ്കിൽ പത്രോസ് അതിനെ എടുത്തു നോക്കിയിട്ട് നല്ല ശുദ്ധമാണെന്ന് പറഞ്ഞ് മാറ്റിവെക്കും. ഇത് കാഴ്ചയിൽ തന്നെ പേര് വെച്ച്, രൂപം വെച്ച്, നിറം വെച്ച്, പഴമയിലെ ഓർമ്മ വെച്ച്, പഠനങ്ങൾ വെച്ച്, കീഴ്വഴക്കം വെച്ച് പത്രോസ് പറഞ്ഞു അശുദ്ധം, അശുദ്ധം. പണ്ട് മദ്യപിച്ചുകൊണ്ട് നടന്ന ഒരു വ്യക്തി ക്രിസ്തുവിൽ വന്നാൽ അവൻ പുതിയതാണ് എന്ന് മനസ്സിലാകണമെങ്കിൽ അവനുമായി അല്പസമയം സംസാരിക്കാനും അവന്റെ ഉള്ളിലേക്കൊന്ന് കയറാനും തയ്യാറാകണം. പക്ഷെ പുള്ളിയെക്കുറിച്ച് യാതൊന്നും അറിയാത്ത ഒരു വ്യക്തി ഒരു ഔട്ട്ഫിറ്റ് നോക്കിയിട്ട് പറയും അശുദ്ധൻ, പാപി, കള്ളൻ, മദ്യപാനി എന്ന് പറയും. പക്ഷെ തമ്പുരാൻ നേരെ തിരിച്ചാ. നോക്ക്, ദൈവം ശുദ്ധീകരിച്ചതിന്റെ ഔട്ട്ഫിറ്റ് മാറി എന്ന് വചനം പറയുന്നില്ല, പക്ഷെ ഔട്ട്ഫിറ്റ് മാറും കേട്ടോ. ദൈവം ശുദ്ധീകരിച്ചതിന്റെ നിറം മാറി എന്ന് വചനം പറഞ്ഞില്ല, പക്ഷെ നിറവും മാറും കേട്ടോ. ഇവിടെ പത്രോസിന്റെ ആ ഒരു ധാരണയ്ക്കൊത്തവണ്ണം മുമ്പിൽ കൊണ്ട് വെച്ചു കൊടുത്തു. പുറമെ കണ്ട് വിധിക്കുന്ന ഒരവസ്ഥ. ഒരു മനുഷ്യനെയും വ്യക്തമായി മനസ്സിലാക്കാതെ നിങ്ങൾ വിധിക്കരുത്. കാരണം ഓരോരുത്തരും ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. ഒരു മനുഷ്യനെയും വ്യക്തമായി പഠിക്കാതെ അവനെക്കുറിച്ച് പ്രചരിപ്പിക്കരുത്. ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. ഒരു മനുഷ്യനെയും വ്യക്തമായി മനസ്സിലാക്കാതെ കുറ്റം പറയരുത്. ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത്. ഈ വിചാരത്തിന്റെ അകത്ത പ്രശ്നം മുഴുവൻ കിടക്കുന്നത്. ഹല്ലേലൂയ. ഒരു വിചാരമാ. നമ്മൾ എല്ലാ വ്യക്തികളെയും മനസ്സിലാക്കുന്നത് പുറമേ കണ്ടിട്ടും പുറത്തുള്ള സംസാരം കേട്ടിട്ടുമാണ്. പക്ഷെ ദൈവം ആരെ അങ്ങനെയല്ല. കാരണം പുറമെ ഒന്നും കർത്താവ് ഇവിടെ ശുദ്ധീകരിച്ചു എന്നൊന്നും പറയുന്നില്ല, പക്ഷെ ദൈവം ശുദ്ധീകരിച്ചു എന്നേ പറയുന്നുള്ളൂ. ഇതിന്റെ ഏത് പാർട്ടാ ശുദ്ധീകരിച്ചതെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അല്ല, ഈ വസ്തുവിനെ തന്നെ ദൈവം ശുദ്ധീകരിച്ചിരിക്കുന്നു. ഇത് പുതിയ നിയമത്തിന്റെ പ്രത്യേകതയാണ് പ്രിയപ്പെട്ട സുഹൃത്തെ. ആർക്കും ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന പുതിയൊരു വ്യക്തിയായി തീരാൻ കഴിയും. എത്ര പാമ്പിനും പഴുതാരയുമായവനാണെങ്കിൽ പോലും ദൈവത്തിന്റെ സന്നിധിയിൽ വന്നാൽ അവനെ പ്രാവിനെ പോലെ ആക്കി തീർക്കാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന്റെ സാന്നിധ്യം അത്ര വല്ലാത്ത ഒരു ഓൾമൈറ്റി പ്രസൻസ് ആണ് ആ ദൈവത്തിന്റെ പ്രസൻസ് എന്ന് പറയുന്നത്. ആ പ്രസൻസിനകത്ത് ഒരു വ്യക്തി വന്നാൽ മൊത്തത്തിൽ ചേഞ്ച് ആയിരിക്കും. ഇന്ന് ചേഞ്ച് ആകാൻ താല്പര്യമുണ്ടോ? നിൽക്കുമാറാക്കുന്നൊരു ദൈവം. ഈ അശുദ്ധമായതിനൊന്നും ദൈവത്തിന്റെ സന്നിധി നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ സാധനം ദൈവത്തിന്റെ തുപ്പട്ടിക്കകത്ത് കയറണമെന്നുണ്ടെങ്കിൽ, ഞാൻ ഒന്നുകൂടെ പറയുക, അശുദ്ധമായതിനൊന്നും ദൈവത്തിന്റെ സന്നിധി നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ അതേ ദൈവത്തിന്റെ സെലക്ഷന്റെ അകത്ത്, ഓ മൈറ്റി ജീസസ്, അതേ ദൈവത്തിന്റെ സെലക്ഷന്റെ അകത്ത്, തുപ്പട്ടിക്കകത്ത്, ദൈവത്തിന്റെ കാറ്റഗറിക്കകത്ത്, ലിസ്റ്റിനകത്ത് ഈ അശുദ്ധമായ സാധനങ്ങൾ കയറണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ സെലക്ഷൻ ഒരു മനുഷ്യന്റെ ഇഷ്ടത്തിനല്ല വരുന്നത്. ഇന്ന് ഈ സമയം നിങ്ങൾ ഈ സന്ദേശം കേട്ടോണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ വിധിച്ച് എഴുതിത്തള്ളിയ കേസ് ആണെങ്കിൽ പോലും തമ്പുരാന്റെ സെലക്ഷന്റെ അകത്ത് വരാൻ ഒരു സെക്കൻഡ് മതി. ഈ മെസ്സേജ് കേൾക്കുന്ന മിനിറ്റിൽ നീ പലരുടെയും റിജക്ട് ലിസ്റ്റിൽ നിന്ന് ദൈവത്തിന്റെ ലിസ്റ്റിനകത്തേക്ക് നിന്നെ കയറ്റുവാൻ ദൈവത്തിന് ഈ ഒരു നിമിഷം തന്നെ ധാരാളമാ. നിങ്ങൾ ഇത് കണ്ണുനീരോടുകൂടെയോ വിശ്വസിച്ചോ, നിങ്ങൾ കൈയടിച്ചോ, ആമേൻ പറഞ്ഞോ, നിങ്ങൾ എങ്ങനെ ഈ ശബ്ദത്തിന് പ്രതികരിക്കുന്നോ ആ പ്രതികരിക്കുന്ന നിമിഷം മതി നിന്റെ ലിസ്റ്റ് നിന്റെ പേര് ദൈവത്തിന്റെ ലിസ്റ്റിലേക്ക് കയറാൻ. പത്രോസിന്റെ ബ്ലോക്ക് ലിസ്റ്റിനകത്ത് കിടന്ന ജന്തുക്കളെല്ലാം ഇപ്പൊ ദൈവത്തിന്റെ സെലക്ഷൻ ലിസ്റ്റിനകത്ത് കിടക്കുക. മനുഷ്യൻ നിന്നെ ബ്ലോക്ക് ചെയ്താലും, മനുഷ്യൻ നിന്നെ റിജക്റ്റ് ചെയ്താലും ദൈവത്തിന് നിന്നെ കൈക്കൊള്ളാൻ അധികം സമയം വേണ്ട. ദൈവത്തിന് നിങ്ങളെ കൈക്കൊള്ളാൻ അധികം സമയം വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും പാടില്ല കർത്താവേ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ. ആ ശബ്ദം രണ്ടാം പ്രാവശ്യം അവനോട് ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത്. നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞ് പ്രചരിപ്പിച്ചോ നിങ്ങൾ അത്ര ശരിയല്ല, നിങ്ങൾ അത്ര നല്ലതല്ല,
നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവ് കൊള്ളത്തില്ല, നിങ്ങളുടെ ടീച്ചിങ്സ് ശരിയല്ല, ഡോണ്ട് വറി. മനുഷ്യൻ റിജക്റ്റ് ചെയ്താലേ ദൈവം നിന്നെ സെലക്ട് ചെയ്യത്തുള്ളൂ. മനുഷ്യൻ തള്ളിയാലേ ദൈവം നിന്നെ കൈക്കൊള്ളത്തുള്ളൂ. ഗ്ലോറി ടു ഗോഡ്. ഇങ്ങനെ 3 പ്രാവശ്യമുണ്ടായി. ദൈവത്തിന്റെ ശബ്ദം 3 പ്രാവശ്യമുണ്ടായി. ഉടനെ പാത്രം തിരികെ ആകാശത്തേക്ക് വലിച്ചെടുത്തു. ഈ കണ്ട ദർശനം എന്തായിരിക്കുമെന്ന് പത്രോസ് ഉള്ളിൽ ചഞ്ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൊർന്നല്യോസ് അയച്ച പുരുഷന്മാർ ശീമോന്റെ വീട് ചോദിച്ചുകൊണ്ട് പടിവാതിൽക്കൽ നിന്നു. അങ്ങനെ വന്നിരിക്കുമ്പോഴാണ് പത്രോസിന് കണ്ട ദർശനത്തിന്റെ ആ മീനിങ് എന്താണെന്നുള്ളത് മനസ്സിലാകുന്നത്. ഓ ഹല്ലേലൂയ. കണ്ട ദർശനത്തിന്റെ മീനിങ്, കണ്ട ദർശനത്തിന്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാകുന്നത്. അത് അപ്പോസ്തലപ്രവൃത്തി 10-ാമത്തെ അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യം. അപ്പോൾ പത്രോസ് വായി തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നൊരു കാര്യമാണ്, നമുക്ക് ആരാധിച്ച് ദൈവത്തെ സോപ്പിട്ട് വെക്കാൻ പറ്റത്തില്ല. നമുക്ക് ആരാധിച്ച് ദൈവത്തെ നമുക്ക് വീഴ്ത്താൻ പറ്റത്തില്ല. നമ്മുടെ ആരാധനയിലും പ്രവൃത്തിയിലും ദൈവം പ്രസാദിക്കുന്നു. പത്രോസ് അതാ പറഞ്ഞത്, അവൻ ഏതു ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ യാഥാർത്ഥ്യമായി ഗ്രഹിക്കുന്നു. അവൻ എല്ലാവരുടെയും കർത്താവായ യേശുക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം. യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന്റെ ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദിയയിലൊക്കെയും ഉണ്ടായ വർത്തമാനം, നസറയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. ഈ വാക്ക് വായി തുറന്ന് പറഞ്ഞു തുടങ്ങിയതും ജനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ എൻ്റെ ആ മെസ്സേജിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ. ആരാണ് പത്രോസിന്റെ മുമ്പിൽ ഇരുന്ന ഈ ശുദ്ധവും അശുദ്ധവും? അത് പല ജാതിയിൽപ്പെട്ട ജനങ്ങളായിരുന്നു. കൊർന്നല്യോസിന്റെ ഭവനത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് പത്രോസ് വരുന്നതിന് മുൻപേ അറേഞ്ച് ചെയ്തത് കൊർന്നല്യോസിലൂടെ. എന്തായിരുന്നു പത്രോസിനെ ദൈവം പഠിപ്പിച്ച ആ പാഠം? നീ പലരെയും അശുദ്ധമെന്നും ശുദ്ധമെന്നും നീ കാറ്റഗറൈസ് ചെയ്ത് കാണുമ്പോൾ, എൻ്റെ കണ്ണുകൊണ്ടാണ് നീ കാണുന്നതെങ്കിൽ സകല ജനവും ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന് കാണുവാൻ നിനക്ക് കഴിയും. ഒരു നിറം നിനക്ക് അശുദ്ധം, മറ്റൊരു നിറം നിനക്ക് വിശുദ്ധം എന്ന് നീ കാണരുത്. ഒരു ഭക്ഷണം നിനക്ക് അശുദ്ധം, മറ്റൊരു ഭക്ഷണം നിനക്ക് വിശുദ്ധം എന്നും നീ കാണരുത്. നീ ഭക്ഷണം കൊണ്ട് നീ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, വസ്ത്രവും വസ്ത്രത്തിന്റെ നിറവും അതിന്റെ രൂപവും കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഹൃദയത്തെ കീറി മുറിച്ച ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കളങ്കമില്ലാതെ ചെല്ലുന്നവനെ അവിടുന്ന് കൈക്കൊള്ളുന്നു. ഒറ്റ വാക്കുകൊണ്ട് ഞാൻ നിർത്തട്ടെ, ദൈവത്തിന് മുഖപക്ഷമില്ല. പലരും ബലഹീനനായതുകൊണ്ട് തള്ളിക്കളഞ്ഞ പ്രിയപ്പെട്ട കുടുംബമേ, ദൈവത്തിന് മുഖപക്ഷമില്ല. പലരും നിനക്ക് കഴിവില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ പ്രിയപ്പെട്ട സുഹൃത്തെ, ദൈവത്തിന് മുഖപക്ഷമില്ല. നിങ്ങളെ കൂടെ കൂട്ടാൻ കൊള്ളത്തില്ല, നിങ്ങളുടെ വർത്തമാനം കൊള്ളത്തില്ല, നിങ്ങൾക്ക് വാക്ചാതുര്യമില്ല എന്ന് പറഞ്ഞ് പലരും തള്ളിയ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് മുഖപക്ഷമില്ല. നിങ്ങൾ സാമ്പത്തികമായി അവരോടുകൂടെ അത്ര അങ്ങോട്ട് പൊരുത്തപ്പെട്ട് നിൽക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് പലയിടത്തും ഒഴിവാക്കപ്പെട്ടവരെ, ദൈവത്തിന് മുഖപക്ഷമില്ല. നിങ്ങൾ ശരിയായി പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ താഴ്ത്തി നിർത്തിയിരിക്കുന്ന ചിലരെ, ദൈവത്തിന് മുഖപക്ഷമില്ല. ആര് ദൈവത്തിന്റെ തുപ്പട്ടിക്കകത്ത് കയറുന്ന ആർക്കും പറയാനൊക്കത്തില്ല. ആര് ദൈവത്തിന്റെ സെലക്ഷൻ ലിസ്റ്റിലേക്ക് കയറുന്ന ആർക്കും പറയാനൊക്കത്തില്ല. പലരും ഒരുപക്ഷെ വിശുദ്ധർ പോലും റിജക്ട് ചെയ്തിട്ടേക്കുന്നതിനെ ദൈവം തന്റെ സെലക്ഷൻ ലിസ്റ്റിലേക്ക് കയറ്റി എന്ന് വരാം. അതാണ് ഇവിടെ ഒരു വിശുദ്ധൻ പലരെയും റിജക്ഷൻ ലിസ്റ്റിൽ ഇട്ടിരുന്നെടുത്തുന്ന ദൈവം തന്റെ സെലക്ഷൻ ലിസ്റ്റിലേക്ക് കയറ്റിയത്. ആത്മീയന്മാരെ പോലും അമ്പരപ്പിക്കുന്ന ഒരു ദൈവപ്രവൃത്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. ആത്മീയ മേഖലയിൽ നിൽക്കുന്നവരെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു ദൈവപ്രവൃത്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ വിശുദ്ധനായി തന്നെ നിന്നുകൊണ്ട്
ദൈവകാര്യാദികളെ നോക്കി നടന്ന പത്രോസിനെ പോലും അമ്പരപ്പിക്കുന്ന ഒരു ദൈവപ്രവൃത്തിയും ഒരു ദൈവിക പാഠവുമായിരുന്നു ഇവിടെ താൻ പഠിപ്പിച്ചത്. പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചത് ദൈവത്തിന് മുഖപക്ഷമില്ല. ഇന്ന് ഞാൻ ആത്മാവിൽ പറയുകയാണ്, മുഖപക്ഷത്തോടുകൂടെ നിങ്ങളുടെ വീട്ടിൽ കടന്നു വരാൻ പലരും മടിക്കുമ്പോൾ, പലരും കടന്നു വരാതിരിക്കുമ്പോൾ, അംഗീകരിക്കാതിരിക്കുമ്പോൾ, പഠിപ്പിക്കാതിരിക്കുമ്പോൾ, ഉൾപ്പെടുത്താതിരിക്കുമ്പോൾ, കൂടെ ചേർക്കാതിരിക്കുമ്പോൾ, പ്രാർത്ഥിക്കാൻ വിമുഖത കാണിക്കുമ്പോൾ, ചില വിഷയങ്ങൾ പോലും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ മടി കാണിക്കുമ്പോൾ ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവത്തിന് മുഖപക്ഷമില്ല. പലരും നിങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുമ്പോൾ ദൈവത്തിന് മുഖപക്ഷമില്ല. നിന്നെ നിൽക്കുമാറാക്കുവാൻ ദൈവത്തിന് കഴിയും. നിങ്ങളെക്കുറിച്ച് വേണ്ടാത്ത റിപ്പോർട്ട് എഴുതിയ വ്യക്തികളുടെ മുമ്പിൽ നിങ്ങളെ മാന്യനാക്കി നിർത്തുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, നീ എന്തിനാ ഈ സഹോദരനെ വിധിക്കുന്നേ? നീ എന്തിനാ ദാസനെ വിധിക്കുന്നേ? നീ എന്തിനാ അവനെ ഇങ്ങനെ വിധിക്കുന്നേ? കാരണം അവൻ നിൽക്കുന്നതും വീഴുന്നതും സ്വന്തം യജമാനനത്രേ. അവൻ നിൽക്കും താനും അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. ഞാൻ ഈ വാക്കിൽ നിർത്തുക. കർത്താവിന് കഴിയാത്ത ഒരു കാര്യവും ഇല്ല പ്രിയപ്പെട്ട സുഹൃത്തെ. നിന്നെ നല്ലൊരു ശുശ്രൂഷകനാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയത്തില്ലേ? നിന്നെ നല്ലൊരു ആത്മീയനാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയത്തില്ലേ? മനുഷ്യൻ എടുക്കുന്നതും എടുക്കാത്തതും അവിടെ നിൽക്കട്ടെ. മനുഷ്യൻ അപ്രൂവ് ചെയ്യുന്നത് അപ്രൂവ് ചെയ്യാത്തത് അവിടെ നിൽക്കട്ടെ. മനുഷ്യൻ കൈയടിക്കുന്നതും കരയുന്നതും അവിടെ നിൽക്കട്ടെ. മനുഷ്യൻ ഫയർ ആയിരുന്നു എന്നും തണുപ്പായിരുന്നു എന്നും പറയുന്നത് അവിടെ നിൽക്കട്ടെ. പക്ഷെ കർത്താവിന് നിന്നെ എടുക്കാൻ തോന്നിയാൽ, ദൈവത്തിന് നിന്നെ പ്രയോജനപ്പെടുത്തണമെന്ന് തോന്നിയാൽ, ഹല്ലേലൂയ, മനുഷ്യന്റെ കയ്യിലല്ല സ്വർഗം ഇരിക്കുന്നേ, ദൈവത്തിന്റെ കയ്യിലാണ്. നീ സ്വർഗത്തിൽ പോകുന്നു, നീ നരകത്തിൽ പോകുന്നു മനുഷ്യന് പ്രവചിക്കാൻ കഴിയത്തില്ല, ദൈവത്തിന്റെ കയ്യിലാണ്. ഞാൻ വിശ്വസിക്കുന്നില്ല നരകം മനുഷ്യന് വേണ്ടിയിട്ടാണെന്ന്. കർത്താവിൻ്റെ നാളിൽ എല്ലാവരും വിശുദ്ധീകരിക്കപ്പെട്ട് നീതിയോട് എടുക്കപ്പെടട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആരും, നമ്മുടെ ഒരു സഹോദരനും ഒരു സഹോദരിയും തള്ളപ്പെടരുതെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കാവൂ. കാരണം ഒരുവൻ നിൽക്കുന്നതും വീഴുന്നതും സ്വന്തം യജമാനനത്രേ. പ്രൈസ് ദി ലോർഡ്. എനിക്കെൻ്റെ പ്രവൃത്തി അനുദിനം എന്നെ വിശുദ്ധീകരിക്കാനേ സാധിക്കത്തുള്ളൂ. ഞാൻ ഇന്ന് വിശുദ്ധനാന്ന് പറഞ്ഞു നിൽക്കാൻ സാധിക്കത്തില്ല. എനിക്ക് എന്നെ ഡെയിലി വിശുദ്ധീകരിക്കാനേ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. നിങ്ങളെ അംഗീകരിക്കാൻ, നിങ്ങളുടെ കുടുംബത്തെ അംഗീകരിക്കാൻ മനുഷ്യർക്ക് കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന അംഗീകരിക്കാൻ മനുഷ്യർക്ക് കഴിയത്തില്ലായിരിക്കും. പക്ഷേ ദൈവം അംഗീകരിച്ചാൽ, നിങ്ങളുടെ വിശ്വാസം അംഗീകരിക്കാൻ മനുഷ്യർക്ക് കഴിയത്തില്ലായിരിക്കും. ദൈവം അംഗീകരിച്ചാൽ, പ്രൈസ് ടു ജീസസ്. ദൈവത്തിനുള്ള മഹത്വം മനുഷ്യർക്ക് പോകുന്നില്ല എന്ന് ഉറപ്പാക്കിയാൽ മതി. ദൈവത്തിന് കൊടുക്കാനുള്ള മഹത്വം വിഗ്രഹങ്ങൾക്ക് പോകുന്നില്ല എന്ന് ഉറപ്പാക്കിയാൽ മതി. ദൈവത്തിന് പോകാനുള്ള ആരാധനയും സ്തുതിയും ബഹുമാനവും മറ്റൊരു മെറ്റീരിയൽസിലേക്കും വസ്തുക്കളിലേക്കും പോകുന്നില്ല എന്ന് ഉറപ്പാക്കിയാൽ മതി. ഹല്ലേലൂയ. എൻ്റെ ദൈവം ഒരു വസ്തുവിലും ഇരിക്കുന്നില്ല. എൻ്റെ ദൈവം ഒരു വിഗ്രഹത്തിലും ഇരിക്കുന്നില്ല. എത്ര വിശുദ്ധമാണെന്ന് പറഞ്ഞാലും ഒരു വിഗ്രഹം ഒതുക്കാനൊക്കത്തില്ല. ദൈവത്തെ ഒതുക്കാനൊക്കത്തില്ല. ദൈവത്തെ ഒരു വിഗ്രഹത്തിനകത്തോ, നമുക്ക് ഒരു റൂം കെട്ടി അതിനകത്തോ, ഒരു ചർച്ച് കെട്ടി അതിനകത്തോ ദൈവത്തെ ഒതുക്കാനൊക്കത്തില്ല. എന്തിനാണ് ചർച്ച്? എന്തിനാണ് റൂം? ദൈവത്തിൽ വിശ്വസിക്കുന്ന സഹോദരങ്ങൾക്ക് ഒത്തൊരുമിച്ച് കൂടി വരാൻ ഒരു റൂം. അതിനകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങും. ഞാൻ ഈ ഇരിക്കുന്ന റൂമിനകത്ത് അപ്പായുടെ പ്രസൻസ് ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പ്രൈസ് ടു ജീസസ്. സഹോദരൻ, നിൻ്റെതൊരു ഷീറ്റിട്ട വീടായിരിക്കും, ഓലമേഞ്ഞ വീടായിരിക്കും, അതിൻ്റെ പുറത്ത് ടാർപോളിനിട്ടൊരു വീടായിരിക്കും. ഞാൻ പറയുന്നു ആ ഓലപ്പുരയ്ക്കകത്ത് അപ്പായുടെ സാന്നിധ്യം ഇറങ്ങും. അനുഭവിച്ചൊരു വ്യക്തിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. പ്രൈസ് ടു ജീസസ്. ആ പുരയ്ക്കകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങും. പക്ഷേ ഉറപ്പുവരുത്തുക, ദൈവം ഇറങ്ങുന്നത് കൊണ്ട് ആ സ്ഥലത്തിന് നിങ്ങൾ മഹത്വം കൊടുത്തോളൂ. പക്ഷെ ആ സ്ഥലത്ത് പോയാലേ ദൈവം, അങ്ങനെയല്ല. നിങ്ങൾ എവിടെ ഇരിക്കുന്നോ അവിടെ വെളിപ്പെടുന്നതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. പത്രോസിനെ കർത്താവ് പഠിപ്പിച്ചൊരു ടീച്ചിങ് അതാ. നീ എന്തുവായി ശുദ്ധം അശുദ്ധം പറയുന്നേ? ഞാൻ വിശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് എണ്ണരുത്. ഈ വിശപ്പ് ഇന്നും അനേക ജനത്തിനുണ്ട് പ്രിയപ്പെട്ടവരെ, അനേക ജനത്തിനുണ്ട്.
നമ്മുടെ കൂടെ നടക്കുന്ന, നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മൾ അവരെ ജാതീയരെന്നും അവർ ജാതികളെന്നും അവരശുദ്ധരെന്നും അവരങ്ങനെയെന്നും ഇങ്ങനെയെന്നും പറഞ്ഞ് നമ്മൾ തന്നെ ഒഴിവാക്കി വിട്ട അനേകരുണ്ട്. ഒരുപക്ഷെ അവർക്കൊരു വിശപ്പുണ്ടായിരുന്നെങ്കിൽ, നിന്നോട് അവർ അടുത്തു വന്നത് എന്തോ ഒരു കാര്യം ഷെയർ ചെയ്യാനായിരുന്നെങ്കിൽ, നീ ആ ആശ്വാസം അവർക്ക് കൊടുക്കണമെന്ന് ദൈവം നേരത്തെ കണ്ടിരുന്നെങ്കിൽ, പക്ഷെ എൻ്റെ ഒരു റിജക്ഷൻ, എൻ്റെ ഒരു വാക്ക് അവരെ വേദനിപ്പിച്ചെങ്കിൽ. ഹല്ലേലൂയ. ശുശ്രൂഷ സ്റ്റേജിൽ മാത്രമല്ല. ഹല്ലേലൂയ. ശുശ്രൂഷ 10 പേര് കൂടി വരുമ്പോൾ മാത്രമല്ല. ഒരുവനുള്ളിടത്തും ദൈവം സംസാരിക്കും. എന്നെ ദൈവം പഠിപ്പിച്ച പാഠം അത്. ഒരുവനുള്ളിടത്തും ദൈവം സംസാരിക്കും. 1000 പേരിരിക്കുന്നതിനേക്കാൾ ഒരുക്കമുള്ള ഒരുത്തനുണ്ടെങ്കിൽ ദൈവം അവിടെ സംസാരിച്ചിരിക്കും. ഒരു വാക്കുകൊണ്ടായിരിക്കും. ഹല്ലേലൂയ. ഇതുപോലെ വിശപ്പ് അനേകർക്കുണ്ട്. പത്രോസ് വിശന്നു. വിശപ്പിന്റെ ആധിക്യം കൊണ്ട് താൻ വിവശനായിപ്പോയി. അതിന്റെ മധ്യത്തിലാണ് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനത്തെ ഒരു സിസ്റ്റം പത്രോസിന്റെ മുമ്പിൽ ഇറക്കിയത്. തുപ്പട്ടിയിൽ ശുദ്ധവും അശുദ്ധവുമായത്. ഹല്ലേലൂയ. നിന്റെ അടുത്ത് ദൈവം പലരെ അയക്കും. അർത്ഥം ഇതാണ്, നിന്റെ മേലൊരു ശുശ്രൂഷയുണ്ട്, നിന്റെ മേലൊരു മിനിസ്ട്രി ഉണ്ട്. അതുകൊണ്ടാണ് പല തരത്തിലുള്ള കേസുകൾ നിങ്ങളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യിക്കാനും പഠിപ്പിക്കാനും ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം ചെയ്തേ. ഞാൻ പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? ഒരു വ്യക്തിക്ക് മിനിസ്ട്രി ഇല്ലെങ്കിൽ, അല്ല ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവം അത്ര വലിയ കാര്യങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് ദൈവം അവരെ സംസാരിപ്പിക്കത്തില്ല. ദൈവം അധികം സംസാരിക്കത്തില്ല എന്ന് വേണേൽ പറയാം. പക്ഷേ നിങ്ങൾക്കൊരു മിനിസ്ട്രി ഉള്ളത് കൊണ്ടാണ് പല കേസുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കാത്തതും ദൈവം നിങ്ങളെ അതിലൂടെ കടന്നു പോകുമാറാക്കുന്നത്. അതാ ഞാൻ പറയുന്നത്, അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഒരു കാര്യവും ഇല്ലാതെ ഒന്നും നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരത്തില്ല. അതൊരു പ്രശ്നമായിരിക്കാം, അതൊരു വേദനയായിരിക്കാം, അതൊരു നിരാശയായിരിക്കാം, അതൊരു കുറ്റപ്പെടുത്തലായിരിക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഒരു കാര്യവും ഇല്ലാതെ വരത്തില്ല. എന്തോ അതിനകത്തൂടെ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുണ്ട്. ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് മാത്രമാണ് പോ സാത്താനെ എന്ന് പത്രോസ് ശാസിക്കാത്ത, അല്ലെങ്കിൽ അതും ശാസിച്ചാനെ. ഉയരത്തിൽ നിന്ന് തുപ്പട്ടി ഇറങ്ങി വന്നതുകൊണ്ട് മാത്രമാണ് എൻ്റെ മുമ്പിൽ ഇത് മാറി പിശാചെന്ന് പത്രോസ് പറയാത്ത, അല്ലെങ്കിൽ പുള്ളി അതും പറഞ്ഞേനെ. കാരണം അത് ദൈവമാണ് ഇറക്കിയെന്ന് മനസ്സിലായി. അപ്പോൾ അവിടെ പത്രോസ് ഇത്രയും പറഞ്ഞത് ഭാഗ്യ, ഞാൻ ശുദ്ധമോ അശുദ്ധവുമായതൊന്നും ഒരിക്കലും പാടില്ല, ശുദ്ധം അശുദ്ധമായത് ഞാൻ ഒരു നാളും തിന്നിട്ടില്ല. നമ്മുടെ ധാരണകളെയൊക്കെ തിരുത്തുന്നൊരു ദൈവമാണ്. നമ്മുടെ വിശ്വാസങ്ങളെ തിരുത്തുന്നൊരു ദൈവമാണ്. ഇതുപോലുള്ള ഒത്തിരി അനുഭവങ്ങളിലൂടെയാണ് ദൈവം എൻ്റെ വിശ്വാസങ്ങളെ തിരുത്തിയതും എന്നെ ദൈവം പണിതെടുത്തത്. എടുത്തിട്ടില്ല കേട്ടോ, ഇനി പണിതുകൊണ്ടിരിക്കുക, ഓരോ ദിവസവും പണിതുകൊണ്ടിരിക്കുകയാണ്. പണിതതും പഠിപ്പിക്കുന്നതും ഒക്കെ അതനുസരിച്ചാണ് ഞാൻ മുമ്പോട്ട് പോകുന്നതും പല കറക്ഷൻസിന് ഞാൻ വിധേയനാകുന്നതും. എല്ലാം തികഞ്ഞവരായിട്ട് ആരുമില്ല ഈ ഭൂമിയിൽ. എല്ലാം തികഞ്ഞവരായിട്ട് ആരുമില്ല. എല്ലാവരും കുറവുകളുള്ളവരാ. കുറവുകളുണ്ടെന്നും പഠിക്കാനുണ്ടെന്നും മനസ്സിലാക്കിയത് കൊണ്ടാണ് ദൈവം പത്രോസിനെ പഠിപ്പിക്കാൻ താല്പര്യപ്പെട്ടത്. പത്രോസിന് പഠിക്കാനും ഒരു മനസ്സുണ്ടായിരുന്നു. ചിലർക്കതില്ല. ചിലരെല്ലാം ഡിഗ്രി എടുത്തിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ മുകളിൽ പിന്നെ ഒന്നും അവർക്ക് എടുക്കാൻ ഒക്കുന്നില്ല. പക്ഷേ കറക്ഷൻസിന് വിധേയപ്പെടുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറയുന്നു, നിന്നെ നിൽക്കുമാറാക്കുവാൻ ദൈവത്തിന് കഴിയും. നിന്നൊരു മനുഷ്യൻ തളർത്തിയാൽ നീ തളർന്നു പോകത്തില്ല. നിന്നെ നിൽക്കുമാറാക്കുവാൻ ദൈവത്തിന് കഴിയും. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച് സ്വർഗത്തിലേക്കൊന്ന് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നോക്കി ആ ദൈവത്തോടൊന്ന് സംസാരിച്ച്, പിതാവേ എന്നെ നിൽക്കുമാറാക്കണമേ. നിങ്ങൾ വീണെടുത്തുനിന്ന് കർത്താവ് നിങ്ങളെ എഴുന്നേൽപ്പിക്കും. നിങ്ങൾ വീണ് പോയെടുത്തുനിന്ന് കർത്താവ് നിങ്ങളെ എഴുന്നേൽപ്പിക്കും. നിങ്ങൾ ബ്ലോക്ക് ആയെടുത്തുനിന്ന് ദൈവം നിങ്ങളെ റിലീസ് ചെയ്യും. നിങ്ങൾ ബ്ലോക്കായി പോയെടുത്തുനിന്ന് കർത്താവ് റിലീസ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ അളക്കുന്ന അളവുകോൽ അല്ല ദൈവം നമ്മളെ അളക്കുന്നത്. നമ്മളൊക്കെ വിശുദ്ധ ജീവിതത്തിൽ ആണെന്ന് നമ്മൾ പറയുമ്പോഴും നമ്മളെ
അശുദ്ധരെന്ന് പറയുന്ന എത്ര മനുഷ്യരുണ്ട്? നമ്മളൊക്കെ ദൈവകൃപയിലാണെന്ന് പറയുമ്പോഴും പുള്ളി ഇപ്പം കൃപയിലല്ല, കണ്ടറിയത്തില്ലേ എന്ന് പറയുന്ന എത്ര പേരുണ്ട്? അവർ പറയുമ്പോഴാണോ ദൈവം നമുക്ക് മാർക്കിടുന്നേ? നിങ്ങൾ ഓർത്ത് നോക്കിയേ, അവർ പറയുമ്പോഴാണോ ദൈവം നിങ്ങൾക്ക് മാർക്കിടുന്നേ? അവർ കാണുന്ന കണ്ണുകൊണ്ടാണോ ദൈവം നിങ്ങളെ കാണുന്നത്? നിങ്ങൾ കുറ്റമറ്റ മനസാക്ഷിയോടെ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആര് മാർക്കിട്ടാലും അവരല്ല നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി വെട്ടുന്നതും നിങ്ങളിലേക്കുള്ള നന്മയ്ക്ക് വേണ്ടി വഴി തുറക്കുന്നതും. വഴി തുറക്കുന്നൊരു ദൈവമുണ്ട്. വഴി തുറക്കുന്ന, വഴി ഒരുക്കുന്ന, വഴി നിരപ്പാക്കുന്നൊരു ദൈവമുണ്ട്. അവർ പറയുന്ന സമയത്തല്ല നമ്മുടെ വിടുതൽ, കർത്താവ് ഇച്ഛിക്കുന്ന സമയത്താണ്. അത് ഈ ടൈമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു വ്യക്തി പറയുന്ന സമയത്തല്ല എൻ്റെ സൗഖ്യം, ഒരു വ്യക്തി പറയുന്ന സമയത്തല്ല, ഒരു വ്യക്തി ഗണിച്ചു പറയുന്ന സമയത്തല്ല എൻ്റെ നല്ല കാലം, എൻ്റെ നല്ല സമയം. അതിപ്പോഴാണ്. എൻ്റെ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുകയും ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുമ്പോഴാണ്. ഞാൻ വീണ്ടും പറയുക, ദൈവം നിങ്ങൾക്ക് ഒരു മിനിസ്ട്രി ഏൽപ്പിച്ചിട്ടുള്ളതിൻ്റെ, നിങ്ങളിൽ ഒരു മിനിസ്റ്ററുണ്ട്, നിങ്ങളിൽ ഒരു ശുശ്രൂഷകനുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് മൾട്ടി ടാസ്കുകൾ നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നത്. ഓ ഹല്ലേലൂയ. ഞാൻ ഈ പ്രവചന ശബ്ദം എന്നോടെന്ന രീതിയിൽ ഞാൻ ഏറ്റെടുക്കുക. ഞാനും ഇതുപോലെ മൾട്ടി ടാസ്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്. എൻ്റെ വായിൽ ഇപ്പം വന്നൊരു വാക്കാത്. ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന, എന്നെ കൊണ്ട് മാത്രം ഇത് ചെയ്തു തീർക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇന്ന് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട കുടുംബമേ, സുഹൃത്തെ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, അത് നിന്നെ കൊണ്ട് സാധിക്കുമെന്ന് ദൈവത്തിന് അറിയാവുന്നുള്ളത് കൊണ്ട് ദൈവം ഇത്രയും മൾട്ടി ടാസ്കുകൾ ഏൽപ്പിച്ചിട്ടും ഇതുവരെ വീണുപോയില്ലല്ലോ, തളർന്നു പോയില്ലല്ലോ, കിതച്ചില്ലല്ലോ. സംശയം ഉണ്ടായിരുന്നു വീഴുവോന്ന്, വീണില്ലല്ലോ. അത് നിന്നിലൊരു മിനിസ്ട്രി ഉള്ളത് കൊണ്ടാണ് നീ ഇതുവരെയും തരണം ചെയ്തെത്തിയത്. ഒന്നും കൂടെ ഭംഗിയായി പറഞ്ഞാൽ, നിന്നിലൊരു അഭിഷേകം ഉണ്ടെന്ന് മനുഷ്യൻ പറഞ്ഞിട്ടില്ലെങ്കിലും ഈ സാഹചര്യം ബോധ്യമാക്കുക. നിന്നിലൊരു അഭിഷേകമുണ്ട്. മൾട്ടി ടാസ്ക് ചെയ്യാനുള്ള ഒരു അനോയിന്റിംഗ്, മൾട്ടി ടാസ്ക് ചെയ്യാനുള്ള ഒരു അനോയിന്റിംഗ്. ഹല്ലേലൂയ. മൾട്ടി ടാസ്ക് ചെയ്യാനുള്ള ഒരു അനോയിന്റിംഗ് പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ട്. ചില നിങ്ങളെ ശുശ്രൂഷിക്കാനുള്ള ഒരു അധികാരം, അഭിഷേകം, ചില കേസ് കെട്ടുകളെ ഏറ്റെടുക്കാനുള്ള ഒരു അഭിഷേകം, ചില സാത്താനോട് വാദിക്കാനുള്ള ഒരു അഭിഷേകം, അതിനെ വാദിച്ച് ക്ലൈം ചെയ്ത് പിടിച്ചെടുക്കാനുള്ള ഒരു അഭിഷേകം. നിങ്ങളുടെ ഈ പ്രായത്തിലും നിങ്ങൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ യു ഹാവ് ആൻ അനോയിന്റിംഗ്. എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ മേല എന്ന് പറയുന്ന നിങ്ങളെ കൊണ്ട് മറ്റു പലരെയും എഴുന്നേൽപ്പിക്കത്തക്ക നിലയിൽ, അത് വാക്കുകൊണ്ടാകട്ടെ, പ്രാർത്ഥന കൊണ്ടാകട്ടെ, പ്രവൃത്തി കൊണ്ടാകട്ടെ, സാധിക്കുന്നുവെന്നുണ്ടെങ്കിൽ അർത്ഥം നിന്റെ മേൽ തളർന്നവനെ വാക്കുകൊണ്ട് താങ്ങാനുള്ള ഒരഭിഷേകം, ശിഷ്യത്വത്തിന്റെ നാവ് ദൈവം തന്നിരിക്കുന്നു. എന്നിൽ അതൊന്ന് വർദ്ധിപ്പിക്കണേ എന്നൊന്ന് പ്രാർത്ഥിച്ച ദൈവമക്കളെ. കർത്താവേ, എന്നിൽ അതൊന്ന് വർദ്ധിപ്പിക്കണേ. എന്നിൽ ആ കൃപയൊന്ന് വർദ്ധിപ്പിക്കണേ. എന്നിൽ ആ ശുശ്രൂഷയൊന്ന് വർദ്ധിപ്പിക്കണേ. എന്നിൽ ആ ശക്തി ഒന്ന് വർദ്ധിപ്പിക്കണേ. എന്നിൽ ആ അഭിഷേകം ഒന്ന് വർദ്ധിപ്പിക്കണേ. അപ്പാ, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞാൻ ഈ ജനത്തെ അങ്ങയുടെ കൈകളിൽ ഏൽപ്പിക്കുകയാണ്.
അവിടുന്ന് ഇവരെ ബലപ്പെടുത്തിക്കൊള്ളണം. അവിടുന്ന് ഇവരെ സഹായിക്കണമേ. അവിടുന്ന് ഇവരെ കരുതിക്കൊള്ളണമേ. പരിശുദ്ധ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്ക്, വൈകുന്നേരം 6:30 മണിക്ക് നിങ്ങൾ താല്പര്യത്തോടെ ഇതിലത്തെ സന്ദേശങ്ങൾ കാണുന്നതിൽ, നിങ്ങളുടെ സാക്ഷ്യങ്ങൾ അറിയിക്കുന്നതിൽ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു, സ്പർശിക്കപ്പെടുന്നു എന്ന് അറിയിക്കുന്നതിൽ വളരെ സന്തോഷം. മറ്റുള്ളവർക്കും കൂടെ ഈ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഞങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തും. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. കർത്താവ് നിങ്ങളോട് ഇടപെടും, നിങ്ങളുടെ കൂടെ ഇരിക്കും. നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ അത്യുന്നതൻ്റെ ചിറകിൽ കർത്താവ് എല്ലാവരെയും സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ്.